എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ ടാക്സ് പല രീതിയിൽ വർദ്ധിക്കുന്നതിനെതിരെ ആളുകൾക്കെല്ലാം വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ നിസ്സാരം നമ്മളൊക്കെ കേൾക്കുന്നത് ഈ പോപ്കോൺ പോലെയുള്ള സാധനമൊക്കെ UAE-യിലൊന്നും ടാക്സേ ഇല്ലാത്തപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവർ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് സാധാരണ പോപ്കോണിനേക്കാളും GST വളരെ അധികമായിട്ടാണ് കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയേക്കാളും പൊറോട്ടയ്ക്ക് GST വളരെ അധികമായിട്ട് കൂട്ടിയിരിക്കുന്നു. ഇങ്ങനെ വിചിത്രമായിട്ട് എന്തിനും ഏതിലും വളരെ അധികം ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു രീതി. ഇപ്പോൾ റീൽസിലും ഷോർട്സിലും ഒക്കെ പതിവായിട്ട് കാണുന്ന ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരുപാട് സമയം കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ എല്ലാം ഇയാൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് അയാൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിരിക്കും. പക്ഷേ ആ ഫോട്ടോയിൽ കാണുന്നത് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയുടെ ചിത്രമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും ഫാക്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് അമിതമാണോ, പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇതൊരു കൊള്ളയാണോ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ചതി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ വാഹനങ്ങളുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണെന്ന് നമുക്കറിയാം. നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ അതിൽ നേരെ പകുതിയും ടാക്സ് ആണ്. അതിൽ തന്നെ നമ്മൾ റോഡ് ടാക്സ് ഒക്കെ എത്രയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്രോളും ഡീസലും വാങ്ങുമ്പോൾ പോലും എത്രയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് എന്നൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രമാത്രം പിഴിഞ്ഞ് ടാക്സ് മേടിച്ചിട്ടും നമുക്ക് നേരെ ചൊവ്വേ ഓടിക്കാനായിട്ട് പല റോഡുകളും വളരെ മോശമാണ്. നല്ല ദേശീയ പാതകളും അല്ലെങ്കിൽ സംസ്ഥാന പാതകളൊക്കെ ആണെങ്കിലും കുറേയൊക്കെ നന്നായി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനുള്ള കാലതാമസം, അല്ലെങ്കിൽ ഒട്ടുമിക്ക ലോക്കൽ റോഡുകളുടെയും ഒക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇത്രയും പിഴിഞ്ഞു വാങ്ങിയിട്ടും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും ഇവിടെ ലഭിക്കുന്നില്ല. നേരെ മറിച്ച് വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരാൾക്ക് ഏറ്റവും അധികം ആദ്യം ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ ഈ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ അവിടുത്തെ റോഡുകളുടെ സൗകര്യം, അച്ചടക്കം, ഇതൊക്കെയാണ്. നിങ്ങളുടെ പല നിക്ഷേപങ്ങൾക്കും കിട്ടുന്ന ലാഭത്തിനും ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യവും ഇന്ത്യയിലുണ്ട്. എന്നാൽ നിക്ഷേപിച്ച പണം 100% സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ കിട്ടുന്ന ലാഭത്തിന് നികുതി ഇല്ലാത്ത, അതേസമയം നല്ല റിട്ടേൺ സാധ്യതയുള്ള നിക്ഷേപങ്ങൾ തേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലുള്ള ഒരു നല്ല നിക്ഷേപ അവസരം പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇന്ത്യയിലെ സ്വകാര്യ മുൻനിര ലൈഫ് ഇൻഷുറൻസ്മാരിൽ ഒന്നായ ICICI പ്രുഡൻഷ്യൽ ലൈഫ് സ്മോൾ ക്യാപ് 250 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ടുമായി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ വരുമാനം ചെറുതോ വലുതോ ആകട്ടെ, മാസം 2000 രൂപ പോലെയുള്ള തുകകൾ പോലും നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടൈമിൽ കുറഞ്ഞത് ഒരു 10 വർഷം കൊണ്ട് തന്നെ വലിയൊരു തുകയ്ക്കുള്ള റിട്ടേൺ സാധ്യതയുണ്ട്. എന്നാൽ ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് ഇനി വെറും 9 ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. സ്മോൾ ക്യാപ് 250 ഇൻഡെക്സിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്മോൾ ക്യാപ് സെഗ്മെന്റുകളിൽ ലഭ്യമായ മൊത്തം 250 കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 100 കമ്പനികളിൽ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മാറ്റിവെക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫണ്ട് സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും ദീർഘകാലത്തേക്ക് നല്ലൊരു ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ 22%, കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇത് 32.6%. അതായത് 2014 ഈ ഇൻഡെക്സിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ 10 വർഷത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ അത് 7.3 ലക്ഷം രൂപയായി മാറുമായിരുന്നു. ഇനി വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാൽ കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ട. അതുകൂടാതെ മാസം അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഈ NFOയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട് കാണും, ആളുകൾ എല്ലാവരും അത് ഉൾക്കൊണ്ട് കാണും. അതേ രീതിയിൽ തന്നെ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ചില ഫാക്റ്റുകൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ വളരെ വൃത്തിയായിട്ട് കിടക്കുന്നു, അവിടെ മാലിന്യമൊക്കെ സംസ്കരിക്കുന്നുണ്ട് കൃത്യമായിട്ട്, റോഡുകളും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ അവരുടെ സമ്പാദ്യത്തിന്റെ നേരെ പകുതിയും ഒരു ഇൻകം ടാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് സാലറി കൂടുന്നതനുസരിച്ച് അതിന്റെ സ്കെയിൽ വർദ്ധിക്കുന്നത് ഒരു പക്ഷേ പകുതിയിലധികം, ഒരു ആവറേജ് ഒരു 30 തുടങ്ങി അല്ലെങ്കിൽ 55% വരെയൊക്കെ ടാക്സ് പിടിക്കുന്നു. അതായത് നിങ്ങൾക്ക് മാസം കിട്ടുന്നതിന്റെ പകുതിയും ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അത്രയും അവർ കൊടുത്തിട്ടാണ് അവിടെ ഗവൺമെന്റ് ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ യൂറോപ്പിലേതുപോലെ തന്നെ ഇവിടെയും ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, അതായത് നിങ്ങൾ ദിവസക്കൂലിക്ക് പോകുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ ഒരു 20% 1/5 ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ യൂറോപ്പ് അല്ല ഇന്ത്യ, UAE അല്ല ഇന്ത്യ എന്നൊന്നും പറഞ്ഞു വരരുത്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം എടുക്കാം.
ഇവിടെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ് മാലിന്യ സംസ്കരണത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. മാസാമാസം 50 രൂപ കൊടുക്കുന്നത് തന്നെ ഒരു വലിയ പ്രതിഷേധാർഹമായ ഒരു വിഷയമാണ് ഇവിടെ. ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം ഈ KSRTC ആണെങ്കിലും അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് നാട്ടിൽ നടത്തുന്ന കമ്പനികളാണെങ്കിലും ഒക്കെ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ പണിയല്ല. സ്വകാര്യ വ്യക്തികളെ കൊണ്ട് മനോഹരമായിട്ട് ഈ വ്യവസായങ്ങളൊക്കെ നടത്തുകയും അതിൽ നിന്ന് ടാക്സ് ഈടാക്കുകയുമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതെ ഭരിക്കാൻ പോലും നേരെ ചൊവ്വേ അറിയാൻ പാടില്ലാത്ത ഒരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വെള്ളാനകൾ കൊണ്ട് തന്നെയാണ് കേരളവും ഇന്ത്യയും ഒക്കെ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണമാണെങ്കിലും എത്രത്തോളം നല്ല രീതിയിൽ മാലിന്യം സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ ഇതൊരു പരാജയമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? സ്വകാര്യ വ്യക്തികളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അവർ നല്ല ഭംഗിയായിട്ട് മാലിന്യം സംസ്കരിച്ചോളും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മാസം ഒരു 500 രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവിടെ എത്ര പേര് കൊടുക്കും? സാധാരണക്കാരന് ഇങ്ങനെ കൊടുക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ കയ്യിൽ കാശുള്ളവരാകട്ടെ അത്ര പോലും കൊടുക്കാൻ സാധ്യതയില്ല. അതാണ് സത്യം. അതായത് യൂറോപ്പിലേതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന ഒരു ഡസ്റ്റ്ബിന്നോ കാര്യങ്ങളോ വെക്കും. എല്ലാം വേർതിരിച്ച് അതിലിട്ടാൽ മതി. അവരെടുത്തുകൊണ്ട് പോകും, കൃത്യമായിട്ട് സംസ്കരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊള്ളും. പക്ഷെ എല്ലാ മാസവും ഓരോ വീട്ടുകാരും 500 രൂപയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കില്ല. അപ്പോൾ യൂറോപ്പിൽ വൃത്തിയുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, പബ്ലിക് ടോയ്ലറ്റുകൾ ഒരുപാട് നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെയുള്ള ജനങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും മാസാമാസം ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വിസ്മരിക്കരുത്. ഇവിടുത്തേതുപോലെ ഒരുപാട് വരുമാനമുള്ളവർ മാത്രമല്ല അവിടെ ഇൻകം ടാക്സ് കൊടുക്കുന്നത്. പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ജോലി ചെയ്താൽ പോലും മിക്ക രാജ്യങ്ങളിലും ടാക്സ് പിടിക്കുന്നുണ്ട്. നമുക്കിവിടെ സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട്, എന്നാൽ കടമകളെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇങ്ങനെ ഗവൺമെൻറ് ടാക്സ് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് കാര്യക്ഷമതയുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പോൾ ഒരാൾ അവിടെ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഒന്നും സേവ് ചെയ്തില്ലെങ്കിൽ പോലും ഏകദേശം അയാൾ അറിയാതെ തന്നെ സേവ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഗവൺമെൻറ് ഈ ടാക്സ് പിടിക്കുമ്പോൾ അയാൾ വയസ്സായി അല്ലെങ്കിൽ വയ്യാതാകുന്ന ഒരു സമയത്ത് എല്ലാ പരിചരണവും നൽകാനും അവിടുത്തെ ഗവൺമെൻറ്റുകൾ സന്നദ്ധമാണ്. അപ്പോൾ നിങ്ങൾ പണം സേവ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ടി അത് ഗവൺമെൻറ് ചെയ്തുകൊള്ളും എന്നുള്ളൊരവസ്ഥയും കൂടെ അവിടെയുണ്ട്. നേരെ മറിച്ച് ഇവിടെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്നതെങ്കിൽ ടാക്സ് പിടിക്കുന്നുണ്ടാകും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. ഇൻകം ടാക്സും GST അല്ലെങ്കിൽ 100 തരം ടാക്സുകൾ പല രീതിയിലും പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഈ ഇൻകം ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അല്ലെങ്കിൽ അടയ്ക്കുന്നവർ വളരെ വളരെ കുറവാണ്. അത് അമേരിക്കയിൽ എത്രയാണ്, അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും എത്രയാണ്, ഇന്ത്യയിൽ എത്രയാണെന്ന് നോക്കിയാൽ ഇന്ത്യയിൽ ഇത്രയും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇത്രയും പേരെ ഇൻകം ടാക്സ് അടയ്ക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് വിശ്വാസം വരില്ല. പക്ഷെ ഇതല്ലാതെ നമ്മളിവിടെ വാങ്ങുന്ന പല കാര്യങ്ങൾക്കും GST തുടങ്ങി പലതരത്തിലുള്ള ടാക്സുകൾ നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഒരു മിഠായി വാങ്ങിയാലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാലും ഒക്കെ ഇതിൽ നിന്നൊക്കെ ടാക്സ്, നിങ്ങൾ നല്ല രീതിയിൽ ഒരു പർച്ചേസ് ചെയ്താൽ ഇതിൽ ഇത്ര രൂപ ടാക്സ് ആയിട്ടാണ്, SGSTയും CGSTയും ഒക്കെ ആയിട്ട് ഇത്രയാണ് പോയത് എന്ന് കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ഇത്രയൊക്കെ ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അപ്പോഴാണ് വരിക. അതായത് കയ്യിൽ കാശുള്ളവരാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ഒരു തരത്തിൽ. GST ആണെങ്കിലും അല്ലെങ്കിൽ പെട്രോളിനും ഡീസലിനും ഒക്കെ ആണെങ്കിലും ഒക്കെ ടാക്സ് പിടിക്കുന്നത് ഇവിടുത്തേതുപോലെ തന്നെ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും ഉണ്ട്. അതിനും പുറമെയാണ് അവർ കൃത്യമായിട്ട് പലരും ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? വളരെ കുറച്ച് ആളുകൾ മാത്രം ഗവൺമെന്റിലേക്ക് കാര്യമായിട്ട് ടാക്സ് കൊടുക്കുന്നു. എന്നാൽ ഭൂരിഭാഗവും ഇത് മുതലെടുത്തുകൊണ്ടല്ലേ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ലോക്കലായിട്ട് സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്രതിരൂപമായിട്ടൊക്കെ പലരും കരുതുമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 2 രൂപയ്ക്കോ അല്ലെങ്കിൽ ഇപ്പം എത്രയാണെന്ന് അറിയില്ല, നിസ്സാര കാശിന് റേഷൻ കടയിൽ നിന്നും ഒരു വീട്ടിലേക്ക് ആവശ്യമായതിൻ്റെ പല മടങ്ങ് ഗോതമ്പും അരിയും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട്, അതല്ലെങ്കിൽ വിദേശത്ത് പോലും ഇത്രയും സൗകര്യങ്ങളുള്ള അവിടെ പോലും ഒരു ഡോക്ടറിനെ കാണാൻ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ എത്ര പാടാണെന്ന് നമുക്കറിയാം. ഈ നാട്ടിൽ ഏത് പണമില്ലാത്ത ആൾക്കും ഗവൺമെന്റ് ആശുപത്രികളിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ നല്ല ചികിത്സ കിട്ടും. കുറച്ചൊന്നും ബുദ്ധിമുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ചികിത്സ കിട്ടാതെ ഇവിടെ മരിക്കുന്ന കേസുകളൊക്കെ വളരെ കുറവാണ്. അതായത് ഇവിടുത്തെ ഭൂരിഭാഗം സാധാരണക്കാർക്കും വേണ്ടി ഗവൺമെന്റ് ചിലവഴിക്കുന്ന പണമെന്ന് പറഞ്ഞാൽ, മിക്ക സാധാരണക്കാരും എയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഒരു കുട്ടി പഠിച്ച് ഒരു +2 വരെ എത്താനായിട്ട് ആ പഠിക്കുന്നതിൽ മിക്കവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എങ്കിൽ പോലും എത്ര ലക്ഷമാണ് ഗവൺമെന്റിന്റെ ചിലവ് എന്നുള്ളത് പലരും കണക്കുകൂട്ടാറില്ല. ഇങ്ങനെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റേഷൻ കടകൾ വഴി കൊടുക്കുന്നതും പെൻഷനും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചാൽ ഭൂരിഭാഗം ജനങ്ങളും അവർ കൊടുക്കുന്നതിലധികം അവർ വാങ്ങുന്നുണ്ട്. ഇന്ത്യയിലെ പ്രശ്നം എന്ന് വെച്ചാൽ വാങ്ങുന്നവർ കൂടുതലും കൊടുക്കുന്നവർ കുറവുമാണ്. യൂറോപ്പിലൊക്കെ ഇതൊരു ഈക്വൽ ആണ് എങ്കിൽ ഇവിടെ ഇതാണ് പ്രശ്നം. ഭൂരിഭാഗം ആളുകളും ദരിദ്രരാണ്, സാധാരണക്കാരാണ്. പക്ഷേ ഇതേ സാധാരണക്കാർ ടാക്സ് കൊടുക്കുന്നുണ്ട് പലരും. അതായത് ബിവറേജുകളിലും മറ്റുമൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ലോട്ടറി എടുത്തിട്ടുമൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ 2 രൂപയുടെ അരിയും വാങ്ങിയിട്ട് 1000 രൂപയ്ക്ക് കുപ്പി വാങ്ങുന്നവരാണ് ഒട്ടുമിക്ക സാധാരണക്കാരും.
ഇന്ത്യയിൽ ഏറ്റവും അധികം ദിവസക്കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിൽ പോലും ഇവിടെ പണിയെടുക്കാൻ മലയാളികൾക്ക് കഴിയില്ല. ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ പകുതി കാശ് കിട്ടുന്ന ഒരു ഓഫീസ് ജോലിക്ക് ടൈയും കെട്ടി പോയിരിക്കാനായിട്ട് ഇവിടെ ഒരു മലയാളിക്കും മടിയില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആർക്കാണ് ഇല്ലാത്തത് എന്നൊന്ന് ചോദിച്ചു നോക്കുക. തൽക്കാലത്തേക്ക് പോലും വിയർപ്പൊഴുക്കി പണിയെടുക്കാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്ന് ഇവിടുത്തെ പണം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഇവിടെ സാധാരണ ജോലികൾക്ക് അന്തസ്സില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം യൂറോപ്പിലേക്ക് ചാടും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ പണം പുറത്തു പോകുന്നു. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഗവൺമെന്റിന് വലിയൊരു ബാധ്യതയാവുകയാണ് പലരും. ഇന്ത്യയിൽ എത്രമാത്രം മില്യണേഴ്സ്, ബില്യണേഴ്സ്, ലോക കോടീശ്വരന്മാർ തന്നെ ഇവിടെയുണ്ട്. ഈ കോർപ്പറേറ്റ് ടാക്സ് വളരെ അധികമായിട്ട് വർദ്ധിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് തന്നെയാണെങ്കിലും ഉള്ളവന് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നവരുടെ ടാക്സ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് സാധാരണക്കാർ പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും, ഞങ്ങളെ വെറുതെ വിടുമെന്ന്. പക്ഷെ ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ഈ കോർപ്പറേറ്റ് ടാക്സും മറ്റുമൊക്കെ ഒരുപാട് അമിതമായി കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ രാജ്യം വിട്ടുപോകും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും കോർപ്പറേറ്റ് വിരുദ്ധരാണല്ലോ. ഈ ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ റിലയൻസിന്റെ ആ ഒരു ഭാഗം അങ്ങ് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ ആളുകൾക്ക് ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പാണ്. ഈ ബില്യണേഴ്സ്, ഈ കോർപ്പറേറ്റുകളുടെ കാര്യം വിടുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പലരും പോലും ഒരുപാട് വരുമാനമാകുമ്പോൾ പലരും UAE-യിലേക്ക്, ദുബായിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഇൻകം ടാക്സ് നല്ല രീതിയിൽ ഇവിടെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ദുബായിലേക്ക് പോയി സെറ്റിൽഡ് ആവുകയാണ്. അതായത് സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ കാശുണ്ടാക്കുന്ന പലരും ഇപ്പോൾ UAE-യിലേക്ക് സ്ഥലം വിടുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന മുഴുവൻ ഗവൺമെന്റ് ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് പണക്കാരാണ്, അവര് രാജ്യം വിട്ടു പോകും. ഇന്ന് അതിനുള്ള, അല്ലെങ്കിൽ പണമുള്ളവർക്ക് ആ സാഹചര്യങ്ങളുണ്ട്. സാധാരണക്കാരന് അത് ഇല്ലാതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവരൊരു പക്ഷേ യൂറോപ്പിലേക്ക് പോയാലും അത്രയും ടാക്സ് പിടിച്ചാലും അവർക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ആ കൊടുക്കുന്നതിനുള്ളത് അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കാണാനുണ്ട്. ഇവിടെ പണമുള്ള ആളുകളുടെ സാഹചര്യത്തിലേക്ക് ഇന്ന് ആരെങ്കിലും ചിന്തിച്ചു നോക്കാറുണ്ടോ? അല്ലാതെ ഈ പറയുന്ന നമ്മുടെ ഒരു സോഷ്യലിസ്റ്റ് ചിന്ത ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായിരിക്കുക, ദരിദ്രനായിരിക്കുക എന്ന് പറയുന്നത് ഒരു നന്മയൊന്നുമല്ല. സമ്പന്നരായ ഒരാൾ, അയാൾ പല കാര്യങ്ങളും ചെയ്തിട്ടും ഇത്രയും ടാക്സ് കൊടുത്തിട്ടും അയാൾക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും ഇവിടെ നിർവഹിച്ച് കിട്ടുന്നില്ല. നേരെ മറിച്ച് പാവപ്പെട്ടവരാകട്ടെ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല. നേരെ മറിച്ച് എല്ലാം ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ട്. അവർക്കൊന്നും അറിയണ്ട. ആരാണ് ഇവിടെ സുഖിച്ച് ജീവിക്കുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദരിദ്രരുടെ രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഇന്ത്യ ദരിദ്രർക്ക് സ്വർഗവും സമ്പന്നർക്ക് ഒരു നരകവുമാണ്. ഇതാണ് സത്യം. പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. യൂറോപ്പ് വെച്ചുള്ള കമ്പാരിസൺ അവിടെ പരാജയപ്പെടുമ്പോൾ പലരും UAE എടുത്തുകൊണ്ട് വരും. അല്ലെങ്കിൽ ദുബായ് എന്ന് പറയുന്ന നഗരം നോക്കൂ. ഈ UAE-യിൽ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴാണ് അതൊക്കെ വർദ്ധിപ്പിക്കുന്നത്. ഇൻകം ടാക്സ് ഇല്ല. അത് മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഈ വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് സാധാരണക്കാർക്ക് എല്ലാം കൊടുക്കുമെന്ന് ചോദിച്ചാൽ, UAE എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, അതായത് അവിടെ ഒരു 1 കോടി പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ 10-1 മാത്രമേ അവിടുത്തെ പൗരന്മാരേ ഉള്ളൂ. അവർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ഒരു UAE പൗരന് യഥാർത്ഥത്തിൽ ആ രാജ്യം കൊടുക്കുന്ന ഓരോ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പൊന്നും ഒന്നുമല്ല. അതുപോലെ ദുബായ് എന്ന് പറയുന്ന സിറ്റി, അല്ലെങ്കിൽ ആ ഒരു എമിറേറ്റിൽ എണ്ണ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളിടത്ത്, അല്ലെങ്കിൽ അബുദാബിയിലും മറ്റും ഒക്കെ ഏറ്റവും അധികം ഓയിൽ വരുമാനമുണ്ട്. അപ്പോൾ അതൊരു രാജ്യം പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഒരു വീഡിയോ ചെയ്തതാണ്. അബുദാബിയുടെ പോർട്ടുകളും മറ്റുമൊക്കെ മുതലെടുത്തുകൊണ്ടും കൂടിയാണ് ദുബായ് വളർച്ച തുടങ്ങുന്നത്. UAE-യിൽ പണിയെടുക്കുന്ന ഒരു 90 ലക്ഷത്തോളം വരുന്നത്, അതിൽ നല്ലൊരു ഭാഗം മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. അവർക്ക് അവിടെ വളരെ സുഖമായിട്ടുള്ള ജീവിതമാണോ? ഭൂരിഭാഗം ആളുകളും വളരെ സാധാരണമായ ജോലികൾ ചെയ്യുന്നതാണ്. UAE-യുടെ ഈ ഗ്ലാമർ ഒന്നും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ UAE വെച്ചിട്ട് ഇന്ത്യയോ അല്ലെങ്കിൽ യൂറോപ്പിനെ ഒന്നും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ട് വ്യത്യസ്ത രീതികളിലാണ് കാര്യങ്ങൾ. അബുദാബിയിലൊക്കെ എത്രയോ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലമാണ്. ആ അബുദാബി സിറ്റിയാണ് 2019 മുതലൊക്കെ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് പലയിടത്തും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അല്ലാതെ യൂറോപ്പിലെ സിറ്റികളൊന്നുമല്ല. അപ്പൊ അവിടെ എത്രമാത്രം ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട് നോക്കിയാൽ ഒരുപാടാണ്, ഏറ്റവും അധികം എന്ന് പറയാം. അപ്പൊ അതായത് നല്ല നിയമങ്ങൾ, ഉടനെ ശിക്ഷ കിട്ടുമെന്നൊക്കെയുള്ള ഒരു വ്യവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദ രാമന്മാരായിട്ട് നടക്കാനായിട്ട് ഈ പറയുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇവിടുത്തെ നിയമങ്ങൾ കർശനമല്ലാത്തതാണ് പ്രശ്നം. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ 91-ലൊക്കെ വന്നതിന് ശേഷം വളരെ അധികം ആളുകളെയാണ്, ഇന്ത്യൻ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകളെയും ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ കരകയറ്റിയിട്ടുണ്ട്. ഇതൊന്നും ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. പക്ഷേ ഈ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയ ആളുകൾക്ക് പോലും ടാക്സ് കൊടുക്കാനായിട്ട് മടിയാണ്. അല്ലെങ്കിൽ പൊതുജനങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ GST ഒക്കെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് ന്യായീകരിക്കുകയല്ല. പക്ഷേ അതിനെതിരെ ആളുകൾക്കൊരു വികാരമാണ്. കാരണം ഇവിടെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എന്ത്, ഞാനും കൂടിയാണ് ഈ രാജ്യം നന്നാക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഇവിടെ ഇല്ല. ഇവിടെ ചെറുപ്പം മുതലേ ആളുകൾ പഠിക്കുന്നത് എനിക്കെല്ലാം കിട്ടണം, എന്നെ എല്ലാവരും നോക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ്. ഒരു പൗരബോധം അല്ലെങ്കിൽ ഒരു സിവിക് സെൻസ് ഒന്നും ഇവിടെ ഇല്ല ആർക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകൾ തുടങ്ങാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എന്താണ് പ്രശ്നം? ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സമ്മതിക്കില്ല. ഇപ്പം ഒരു
അത്യാവശ്യം നല്ല ലാർജ് സ്കെയിലുള്ള ഒരു ബിസിനസ്സിന് ഇവിടെ ഓരോ പെർമിഷൻ കിട്ടാനായിട്ട് വരുന്ന കാലതാമസം എന്ന് പറഞ്ഞാൽ വർഷങ്ങളാണ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് ചെക്ക് ചെയ്യണം. ഇവർക്ക് എന്താണ് ഇതിന് മാത്രം പണി? ഒരു സൈറ്റ് വന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഭൂഗർഭജലം എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കുമൊക്കെ മാസങ്ങളും വർഷങ്ങളും വെയിറ്റിംഗ് ആണ്. ഈ മെനക്കേടും പണവും ഒക്കെ ഇത്രയും ഇവിടെ ചെലവഴിക്കുന്ന സമയത്ത് നേരെ ചൈനയിലോട്ടോ എല്ലാം പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾ വെച്ച് ഇതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കയ്യിൽ പണമുള്ള പലരും, മലയാളികൾ പോലും ചൈനയിൽ പോയി ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത് സാധിക്കാത്തത്? രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രധാനമായിട്ട് തൊഴിലാളി സംഘടനകൾ, യൂണിയനുകൾ, അത് തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ഏറ്റവും സാധാരണക്കാരാണ് ഏറ്റവും നല്ല ആളുകൾ എന്നൊക്കെയുള്ളത് വെറും ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങൾ മാത്രമാണ്. ചൈന തന്നെ ഇന്നത്തെ ചൈന ആയത് എങ്ങനെയാണ്? സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രദേശങ്ങൾ എടുത്തിട്ട് അവിടെ ഏത് കമ്പനികളും വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിലൊക്കെ കോർപ്പറേറ്റ് ടാക്സ് പണ്ടില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഓരോ പരിപാടികൾ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു. ഒന്നും ചുവപ്പ് നാടയിൽ കുടുങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ശല്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പണ്ട് മുതലാളിമാരെയായിരുന്നു പേടിക്കേണ്ടിരുന്നത്, ഇന്ന് തൊഴിലാളികളെയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇവിടെ ബിസിനസ് തുടങ്ങാൻ കയ്യിൽ പണമുള്ളവനെ അതിവിടെ മുടക്കാനായിട്ട് അനുവദിച്ചാൽ മാത്രം മതി. പണമില്ലാത്തതല്ല പ്രശ്നം. ഇവിടെ എല്ലാവർക്കും കാശുണ്ടാക്കുകയും വേണം, എന്നാൽ കയ്യിൽ കാശുള്ളവനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു തരത്തിൽ ഇവിടെ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകൾക്കും കൂടുതൽ അധികാരങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ UP-യിലെ അവസ്ഥയല്ല കേരളത്തിലേത്, അല്ലെങ്കിൽ ഈ അവസ്ഥയല്ല ബീഹാറിലുള്ളത്. അതുപോലെ ഓരോ സ്റ്റേറ്റുകൾക്കും കൂടുതൽ നിയമങ്ങളും, അതായത് ഓരോ സ്റ്റേറ്റുകളിലും പ്രത്യേകതരം ടാക്സുകളും ഒക്കെ വന്നാൽ പോലും ഇന്ത്യയിൽ അതാണ് നല്ലത്. ഇവിടെ അല്പം പണമുള്ളവന്റെ കയ്യിൽ നിന്ന് കൂടുതലും പിടിച്ചിട്ട് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർക്കും എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഇതേ കാര്യം തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലുമുണ്ട്. വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി പിഴിഞ്ഞിട്ട് ഒരു ഗുണവുമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ബീഹാർക്ക് ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിൽ പണ്ട് ഹരിത വിപ്ലവവും ക്ഷീരവിപ്ലവവും അങ്ങനെ പല കാര്യങ്ങളും വരുന്നു. ഭക്ഷണം ലഭ്യമാകുന്നു, പട്ടിണി മാറുന്നു, ആളുകൾക്ക് ചികിത്സകൾ ലഭ്യമാകുന്നു, വാക്സിനേഷൻ വരുന്നു, അങ്ങനെ ശിശുമരണം കുറയുന്നു, പോപ്പുലേഷൻ കൂടുന്നു, ഭക്ഷണമുണ്ട്, അങ്ങനെ ജനസംഖ്യ വീണ്ടും വർദ്ധിക്കുന്നു. പക്ഷേ ഈ ഉണ്ടാവുന്ന ജനങ്ങൾക്കൊന്നും സിവിക് സെൻസ് എന്ന് പറയുന്ന ഒന്ന് മാത്രം ലഭിച്ചില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ തന്നെയാണ്. ഇവിടെ ഓവർ പോപ്പുലേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, നിങ്ങൾക്കൊരു 50,000 രൂപ മാസം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുശാലായിട്ട് ജീവിക്കാം. കാരണം നിങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എന്നാൽ നിങ്ങളൊരു പെണ്ണ് കെട്ടുന്നു, ഒന്നാമത്തെ പ്രസവത്തിന് 3 കുട്ടികൾ, രണ്ടാമത്തെ പ്രസവത്തിന് 3 കുട്ടികൾ, വീണ്ടും പ്രസവിക്കുന്നു 2 കുട്ടികൾ, ഇപ്പം എത്ര കുട്ടികളായെന്ന് ഒന്ന് കണക്ക് കൂട്ടുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ 50,000 രൂപ കൊണ്ട്, അല്ലെങ്കിൽ അതും കഴിഞ്ഞ് നിങ്ങൾ വേറെ കടം വാങ്ങേണ്ടി വരും. പിന്നെ ഫ്യൂച്ചർ എന്താണ്? ഇതിലും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടേത്. ഈ പോപ്പുലേഷനും വെച്ചുകൊണ്ട് ഈ പോപ്പുലേഷൻ്റെ നല്ലൊരു ഭാഗവും ദരിദ്ര നാരായണന്മാരാണ് എന്ന് പറയാം. ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത്. ഈ കുട്ടികളെയും കൂടെ കഷ്ടപ്പെടുത്തുവാനായിട്ട് ഇത്രയും പോപ്പുലേഷനും വെച്ചുകൊണ്ട് ഈ രാജ്യം എങ്ങനെ, അതായത് ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള, എല്ലാ രീതിയിലും വൈവിധ്യങ്ങളുള്ള, മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തമ്മിലടിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും വലിയൊരു അത്ഭുതം ലോകത്തില്ല. ചൈനയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം എല്ലാം ഒരു വംശമാണ്, ഹാൻ വംശം അല്ലെങ്കിൽ ചൈനീസ് ഭാഷയാണ് മിക്കയിടത്തും. ഇതുപോലെ മിക്ക രാജ്യങ്ങളിലും ഇന്ത്യയുടേതുപോലെ വൈവിധ്യമുള്ള ഒരു രാജ്യവും ലോകത്തില്ല. ഭാഷയാണെങ്കിലും സംസ്കാരമാണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും മണ്ടത്തരങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. എന്നിട്ടും ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരെത്തും പിടിയുമില്ല, ഒരു അത്ഭുതം തന്നെയാണത്. പക്ഷെ ആ ഒരു ബോധ്യം ഒരല്പമെങ്കിലും ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാകണം. എപ്പോഴും ഇരുന്ന് കുറ്റം പറയുമ്പോഴും എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ശ്രമമെങ്കിലും ആളുകൾ നടത്തണം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. 2,000 രൂപ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം. വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാൽ കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കുവാൻ അവസരമുള്ളത്. ഇനി വെറും 9 ദിവസങ്ങൾ കൂടി മാത്രം. കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.